നിങ്ങൾക്ക് റേഡിയം ഗേൾസിൻ്റെ കഥ അറിയാമോ? ധൈര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ദുഃഖകരമായ ആ കഥ. നമുക്കിന്ന് റേഡിയം ഗേൾസിൻ്റെ കഥ കേൾക്കാം. പ്രഭവം, ഒരു പുതിയ ആഗോള വികാസം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്ക സാങ്കേതിക വിപ്ലവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. റേഡിയം എന്ന മൂലകം പ്രകാശം വിടുന്ന ഘടകങ്ങളായി ഉപയോഗിക്കപ്പെടുകയും ഇത് പ്രചോദനമേകുകയും ചെയ്തു. ഇരുട്ടിൽ തിളങ്ങുന്ന ഗ്ലോ ഇൻ ദ ഡാർക്ക് വാച്ചുകൾ സൈന്യത്തിനും പൊതുജനങ്ങൾക്കും വളരെയധികം പ്രിയപ്പെട്ടതായി മാറി. ഇതിൻ്റെ ആവശ്യകത നിറവേറ്റാൻ നിരവധി ഫാക്ടറികൾ ആരംഭിക്കുകയും ആയിരക്കണക്കിന് യുവതികളെ റേഡിയം അടങ്ങിയ പെയിന്റ് ഉപയോഗിച്ച് വാച്ച് ഡയലുകൾ വരയ്ക്കാൻ നിയമിക്കുകയും ചെയ്തു. ഫാക്ടറിയിലെ ജീവിതം, ഒരു ആകർഷകമായ അവസരം. ന്യൂജേഴ്സിയിലെ ഓറഞ്ചിൽ പ്രവർത്തിച്ചിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റേഡിയം കോർപ്പറേഷൻ എന്ന കമ്പനിയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. പ്രധാനമായും കൗമാരിക്കാരികളായ യുവതികളെ അവർ ഡയൽ പെയിന്റർമാരായി നിയമിച്ചു. കമ്പനി ഈ യുവതികളെ ചെറിയ ബ്രഷുകൾ നാവിൽ തൊടുവിച്ച് നനവു വരുത്തി അതിൻ്റെ അഗ്രം കൂർത്തതാക്കാൻ നിർദ്ദേശിച്ചു. അതിലൂടെ അവർ പ്രതിദിനം ചെറിയ അളവിൽ റേഡിയം അവരറിയാതെ തന്നെ കഴിക്കുകയായിരുന്നു. അവർ ഈ ജോലി ആസ്വദിക്കുകയും മികച്ച ശമ്പളം ലഭിച്ചതിന് സന്തോഷിക്കുകയും ചെയ്തു. രഹസ്യ അപകടം, അസുഖങ്ങളുടെ തുടക്കം. മാസങ്ങൾ കടന്നു പോകുമ്പോൾ ചില പെയിന്റർമാരുടെ ശരീരത്തിൽ അജ്ഞാതമായ രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. അവരുടെ പല്ലുകൾ കൊഴിഞ്ഞു വീഴുകയും താടി അസ്ഥികൾ അസഹനീയമായി വേദനിക്കുകയും ചെയ്തു. ചിലർക്ക് അത്യന്ത ക്ഷീണവും അനുഭവപ്പെട്ടു. കുറച്ച് പെൺകുട്ടികളുടെ അസ്ഥികൾ തകർന്നുപോയി. അതേസമയം ചിലരുടെ തൊലി അകത്തുനിന്ന് തന്നെ ചീഞ്ഞു പൊളിഞ്ഞു. ക്ലിനിക്കുകളിൽ പോയെങ്കിലും രോഗത്തിന് കാരണം കണ്ടെത്താൻ ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല. എന്നാൽ കമ്പനിക്ക് റേഡിയം അപകടകരമാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും തൊഴിലാളികളെ അതിനെക്കുറിച്ച് ഒരിക്കലും അവർ അറിയിച്ചിരുന്നില്ല. ഒരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ജോലിക്കാർക്ക് ഒരുക്കിയില്ല. ശബ്ദമുയർത്തുന്ന ധീരകൾ. ന്യായത്തിനായി പോരാടുന്ന 5 സ്ത്രീകൾ. പലരുടെയും ആരോഗ്യനില വഷളായപ്പോൾ കാതറിൻ ഡൊണഹ്യൂ, എഡ്ന ഹ്യൂവർ, ഫ്രാൻസിസ് ഗേബർ, പെൽ സ്റ്റെഫൻസ്, മിൽഡ്രഡ് ഡാൾട്ടൺ എന്ന 5 യുവതികൾ ഒരുമിച്ച് ചേർന്ന് ന്യായത്തിനായി പോരാടാൻ തീരുമാനിച്ചു. അവർ കമ്പനിയോടും നിയമവ്യവസ്ഥയോടുമുള്ള പോരാട്ടത്തിന് തുടക്കമിട്ടു. 1927 അവർ USRCക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. ശാരീരിക പീഡനത്തിനും ജീർണശേഷിയുള്ള രോഗങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേസ്. ചതി, നിരാകരണം, തീവ്ര പ്രതിഷേധം. കമ്പനി ഇക്കാര്യം നിരാകരിച്ച് സ്ത്രീകളെ ഭ്രാന്തികളും അവകാശവാദികളും ആക്കി മുദ്രകുത്തി. അവർ പെൺകുട്ടികളെ അപമാനിക്കുകയും മാധ്യമങ്ങൾ വഴി അവരെ കളിയാക്കുകയും ചെയ്തു. എന്നാൽ അതിജീവിച്ച പെൺകുട്ടികൾ അവരുടേതായ കഥ പ്രസിദ്ധീകരിച്ചു. അവരുടെ അസുഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും തെളിവുകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ചു. വിജയവും വേദനയും. ചരിത്രത്തിലേക്ക് ഒരു മാറ്റം. നിരവധി ദുരന്തങ്ങൾക്കൊടുവിൽ കോടതി റേഡിയം ഗേൾസ് വിജയിച്ചു എന്ന് വിധിച്ചു. എന്നാൽ ഇത് ഒരു വൈകിയ വിജയമായിരുന്നു. അവരിൽ പലരും അതിനോടകം മരിച്ചിരുന്നു. ചിലർക്ക് അതിനുശേഷം ജീവിതകാലം മുഴുവനും കഷ്ടതകൾ സഹിക്കേണ്ടിയും വന്നു. പൈതൃകം, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മാറ്റങ്ങൾ. അവരുടെ പോരാട്ടം വെറുമൊരു ന്യായവാദം ആയിരുന്നില്ല. അതിലൂടെ തൊഴിലാളികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള നിയമങ്ങൾ മെച്ചപ്പെട്ടതിനോടൊപ്പം തൊഴിലിടങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളും വരവായി. തൊഴിലാളികൾ അവകാശങ്ങൾക്കും ആരോഗ്യത്തിനും വേണ്ടി ഉയർന്നു നിൽക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണെന്ന് ലോകം മനസ്സിലാക്കി. അനുസ്മരണം, ധൈര്യത്തിൻ്റെ ഒരു ചൈതന്യം. റേഡിയം ഗേൾസ് ചുമത്തിയ ത്യാഗം വൃഥാവായില്ല. അവരുടെ ആഗ്രഹം മറ്റാരും ഈ വിധം ദുരന്തം അനുഭവിക്കരുതെന്നായിരുന്നു. ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന എല്ലാ നിയമങ്ങളും അവരുടെ പോരാട്ടം കാരണം നിലവിൽ വന്നതാണ്. റേഡിയം ഗേൾസ് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യജീവിതം കോർപ്പറേറ്റുകൾക്കോ ലാഭത്തിനോ കീഴടങ്ങരുതെന്നാണ്. ഇന്നും അവരുടെ കഥ വിഷമങ്ങളെ നേരിടുന്നവർക്ക് ശക്തിയും പ്രചോദനവും നൽകുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.